രാഹുൽ മാങ്കൂട്ടത്തിൽ, നിങ്ങൾ ഇനിയും ഇങ്ങനെ ഞഞ്ഞാ പിഞ്ഞാ വർത്താനം കറഞ്ഞ് കളിക്കാതെ എന്തായാലും ആളുകൾക്ക് സത്യം അറിയാം. നിങ്ങളെപ്പോലെ ബുദ്ധിയും വിവരമുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് AI വെച്ച് നിങ്ങളെ എന്താ പറയുക കുടുക്കിയതോ ഒന്നുമല്ല. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ചെയ്ത കാര്യങ്ങളാണ് പുറത്തു വന്നത്. എന്നിട്ട് ധൈര്യമായി നിങ്ങളത് ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങളോട് പറഞ്ഞത് മാപ്പ് പറയൂ. എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റിപ്പോയി, ഇനി ഞാനിത് ആവർത്തിക്കില്ല, എന്നെ തിരഞ്ഞെടുത്ത ജനങ്ങൾക്ക് മുന്നിൽ ഞാനിതാ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ഇതുവരെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുള്ളൂ. ഇപ്പോ സ്ത്രീകളുടെ ഒരു പെൺകുട്ടിയുടെ ഗർഭചിത്രം നടത്തി, അതൊക്കെ വലിയ തെറ്റ് തന്നെയാണ്. കാരണം ആ കുഞ്ഞുമായി ആ പെൺകുട്ടിക്ക് കുറച്ച് ദിവസം കൊണ്ടുപോലും വലിയ ആത്മബന്ധമുണ്ടായി എന്നൊക്കെ പറയുമ്പോൾ അതൊരു അമ്മയുടെ മനസ്സുകൂടി ചേർത്ത് നമ്മളതിൽ വായിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനി ഇതൊക്കെ വ്യാജമാണ്, ആരോ തന്നെ തകർക്കാൻ കൊണ്ടുവന്നതാണ്, അങ്ങനെ ഇങ്ങനത്തെ വർത്തമാനങ്ങളൊന്നും പറഞ്ഞ് വരരുത്. കാരണം ആളുകൾ നിങ്ങളെ പറയുന്നത് കേട്ട് നിങ്ങൾ എങ്ങനെ സഹിച്ചിരിക്കുന്നു എന്നുള്ളത് എനിക്ക് അതിശയമാണ്. പക്ഷേ നിങ്ങൾ ഇനിയും അത് കേൾക്കാനായിട്ട് ഇപ്പോൾ നമ്മളെ തകർക്കാൻ ഒരുപാട് പേർ ശ്രമിക്കും. അത് ശരിയാണ്. ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ നമ്മളെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളിങ്ങനെ നിരന്തരം പറയുകയാണ്, ധന്യെ പുറത്താക്കണം, അതാണ് എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം, ധന്യെ പുറത്താക്കുകയാണ് എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അങ്ങനെ ഒരാൾ പറയുമ്പോൾ പുറത്താകാൻ നമ്മൾ നിന്നു കൊടുക്കുന്നിടത്താണ് നമ്മളുടെ പരാജയം. നീ പുറത്താക്കിയാലൊന്നും പുറത്താകുന്നതല്ലടാ ഞാൻ, നിനക്കപ്പുറമാണ്, നീ ചിന്തിക്കുന്നതിലപ്പുറമാണ് ഞാനെന്ന് കാണിച്ചു കൊടുക്കുന്നിടത്താണ് എൻ്റെ വിജയം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തെറ്റുപറ്റാത്ത മനുഷ്യരില്ല. ആർക്ക് വേണമെങ്കിലും തെറ്റുപറ്റാം. ആ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ച് അത് മാപ്പ് ചോദിച്ച് ഇനി അത് ആവർത്തിക്കാതിരിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഗോവിന്ദചാമിയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? രണ്ടും കാമവറി പൂണ്ട് കണ്ണിൽ കാണുന്ന സ്ത്രീകളെ പ്രാപിക്കാൻ നടക്കുന്നവർ, ആവശ്യം കഴിഞ്ഞ് കൊന്നുകളയാൻ മടിയില്ലാത്തവർ, കണ്ണിച്ചോരയില്ലാത്തവർ. ഒന്നുകൂടി ആലോചിച്ചാൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ഗോവിന്ദചാമിയേക്കാൾ അപകടകാരിയാണ് ഈ പെണ്ണുപിടിയൻ MLA. ഗോവിന്ദചാമി വിദ്യാഭ്യാസമോ പണമോ ഒന്നുമില്ലാത്ത സാധാ ക്രിമിനൽ ആയിരുന്നു. എന്നാൽ ഇവനോ അധികാരം ഉപയോഗിച്ച് ഇരകളെ തേടിപ്പിടിച്ച് മോഹന വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിച്ച് അവരുടെ ജീവിതം കശക്കി എറിഞ്ഞവനാണ്. മാത്രമോ പ്രണയം നടിച്ച് പ്രാപിച്ച ഇരകളെ കൊല്ലാൻ തനിക്ക് സെക്കൻഡുകൾ മതിയെന്ന ലെവലേശ കുറ്റബോധമില്ലാതെ പുലമ്പാൻ മടി ഏതുമില്ലാത്തവനുമാണ്. പലകുറി പലരിലും ആവർത്തിച്ച തൻ്റെ മനോരോഗമായ കാമാർത്തിയുടെ പൂർത്തീകരണത്തിന്റെ നിമിഷങ്ങളിൽ ഒരിടത്ത് ഇറ്റുവീണ അശ്രദ്ധയുടെ രേതസ്സുകൾ ജീവന്റെ തുടുപ്പുകളായി മാറിയപ്പോൾ ആ ജീവനെ പേറുന്ന ഗർഭാവസ്ഥ മാതാവിനോട് സ്വന്തം കുഞ്ഞിനെ അതിൻ്റെ ജനിക്കുവാനുള്ള അവകാശത്തെ ഇല്ലാതാക്കി കൊന്നുകളയാൻ നിർബന്ധിക്കുന്ന കൊലപാതകിയാണ്. അതെ, രാഹുൽ മാങ്കൂട്ടത്തിൽ വെറും ക്രിമിനൽ അല്ല, കൊലപാതക മനസ്സുള്ള കൊടും ക്രിമിനലാണ്. ഇവൻ എങ്ങനെ ജനപ്രതിനിധിയായി ഇനി തുടരാനാകും? ഇവന്റെ രാജി കണ്ടാൽ മാത്രം പോരാ, മറിച്ച് ഇവന്റെ പേരിൽ ഗർഭസ്ഥ ശിശുവിനെ വധിക്കാൻ ശ്രമിച്ച കുറ്റത്തിന് കേസെടുത്ത് അകത്തിടണം. ഇവനെ ഇനി സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ പാർട്ടിയെ ജനം എറിഞ്ഞോടിക്കും. ഇതാണ് രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇട്ടേക്കുന്നത്. എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ വലിയ രീതിയിൽ പലരും ഉയർത്തി വരുമ്പോഴും രാഹുലിന്റെ രാജ്യക്കാലത്തിൽ നോ കോംപ്രമൈസ് എന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പാർട്ടിയെ അറിയിക്കുന്നുണ്ട്. ഇതിനകത്ത് ഷാഫി പറമ്പലിന്റെ നേതൃത്വത്തിൽ രാജി നീക്കത്തിനെതിരെയും നേതാക്കൾ രംഗത്തുണ്ട്. കഴിഞ്ഞ ദിവസം ബീഹാറിലെത്തി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ കണ്ട് രാഹുലിനായി വാദിച്ച ഷാഫിക്ക് അനുകൂല മറുപടിയല്ല KCയിൽ നിന്ന് ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. മാത്രമല്ല, രാഹുലിനെതിരായ പരാതികളുടെ തീവ്രത VD സതീശൻ KCയെ അറിയിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നുള്ള രാജിയോടെ രാഹുലിനെതിരായ നടപടികൾ അവസാനിപ്പിക്കണമെന്നാണ് രാഹുലിന്റെ സുഹൃത്തും വഴികാട്ടിയുമായ ഷാഫി പറമ്പലിന്റെ ആവശ്യം. PC വിഷ്ണുനാഥ് അടക്കമുള്ള യുവതലമുറ ആ നീക്കത്തെ പിന്തുണയ്ക്കുന്നുമില്ല. രാഹുൽ രാജിവെച്ചാൽ അടുത്ത ഊഴം താനെന്ന വിലയിരുത്തലാണ് ഷാഫിയുടെ നീക്കം. ഫലത്തിൽ രാഹുലിനെ പരിചയാക്കി ആരോപണങ്ങൾ തനിക്കെതിരെ നീങ്ങുന്നത് തടയാനാണ് ഷാഫിയുടെ നീക്കം. ബീഹാറിലെത്തി KCയുമായി കാറിൽ കയറി ഒറ്റയ്ക്ക് സംസാരിച്ച് രാഹുലിനെ ന്യായീകരിക്കാനാണ് ഷാഫി ശ്രമിച്ചത്. പക്ഷേ മുൻ MP ഉൾപ്പെടെ രാഹുലിൽ നിന്ന് നേരിട്ട തിക്താനുഭവങ്ങൾ KCക്കും സതീശനും മുന്നിൽ നിർത്തിയതോടെ നേതൃത്വം ഒറ്റക്കെട്ടായി രാഹുലിനെതിരെയാണ്. രാഹുലിന്റെ രാജി നീളുന്നത് പൊതുജന മധ്യത്തിൽ കോൺഗ്രസിന്റെയും UDFന്റെയും സാധ്യതകളെ കൂടുതൽ ബാധിക്കുമെന്നതിനാൽ
തിങ്കളാഴ്ചക്കകം രാജി എന്ന അഭിപ്രായത്തിലേക്കാണ് നേതൃത്വം നീങ്ങുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിൽ താൻ രാജിവെക്കില്ലെന്ന നിലപാടിലാണ് രാഹുൽ മാങ്കൂട്ടം. പത്തനംതിട്ടയിലെ മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവരെ രാഹുൽ ഈ നിലപാട് അറിയിച്ച കാര്യം നേതൃത്വത്തിന്റെ ശ്രദ്ധയിലുണ്ട്. ഇക്കാര്യത്തിൽ നേതൃത്വത്തിനും ശക്തമായ അതൃപ്തിയുണ്ട്. അങ്ങനെ വന്നാൽ ഞായറാഴ്ച വൈകിട്ടോടെ രാജിവെക്കാനുള്ള നിർദ്ദേശം പാർട്ടി രാഹുലിന് നൽകിയേക്കും. മറ്റു പാർട്ടികൾ പീഡനാരോപണങ്ങൾ നേരിട്ട രീതിയിൽ കോൺഗ്രസും ഇതിനെ നേരിടണമെന്ന തരത്തിലുള്ള PR ഓപ്പറേഷനുകൾ രാഹുലും നടത്തുന്നുണ്ട്. അത് പക്ഷേ വിലപ്പോയില്ല. അത് മനസ്സിലാക്കിയാണ് കോൺഗ്രസ് വേറിട്ട പാർട്ടിയാണെന്ന് ബോധ്യപ്പെടുത്തുമെന്ന് VD സതീശൻ തുറന്നടിച്ചത്. സതീശന്റെ പ്രതികരണത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട ഷാഫി ഒരു പരാതിയുമില്ലാതെ സംഘടനാ പദവി രാജിവെച്ച രാഹുൽ എന്തോ വലിയ സംഭവമാണ് ചെയ്തതെന്ന് ന്യായീകരിച്ചത് പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെതിരെയുള്ള നീക്കങ്ങളുടെ ഭാഗമായിരുന്നു. പക്ഷേ അതൊന്നും വിലപ്പോവില്ല എന്നതാണ് നിലവിലെ സാഹചര്യം. അതിനൊപ്പം രാഹുലിനൊപ്പം PR കമ്പനിയിൽ പങ്കാളിത്തമുള്ള പ്രമുഖ ചാനലിൽ വാചക കസർത്തിലൂടെ വൈറലാകുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകരും ജോലിയിൽ നിന്ന് അവധിയെടുത്ത് രാഹുലിനായി PR വർക്കുമായി രംഗത്തുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ചാനലും രാഹുലിനെതിരായ നിലപാടിലാണ്. CPM-ലെ മുകേഷും കോൺഗ്രസിലെ എൽദോസും M. വിൻസെന്റും ഒക്കെ രാജിവെക്കാതിരുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി രാഹുലിനെ ന്യായീകരിക്കലാണ് ഈ മാധ്യമ പ്രവർത്തന നേതൃത്വത്തിൽ നടക്കുന്ന PR ഓപ്പറേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെ PR ഓപ്പറേഷൻ നടത്തിയാലും ഇതൊന്നും വിലപ്പോകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെ കോൺഗ്രസ് നേതൃത്വത്തിനും കൂടി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഷാഫി രാഹുലിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ഷാഫി പറമ്പിലിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനം വേണം. രാഹുൽ രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ഒരുപക്ഷെ ആ സീറ്റ് ചിലപ്പോൾ BJP കൊണ്ടുപോയെങ്കിലും വലിയ സമയമില്ല. ഇനി പിന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാലും പിന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി വലിയ മാസങ്ങളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടേക്ക് ഇനി BJP വന്നാലും അടുത്ത തവണ ഷാഫിയെ നിർത്തിയാൽ ഒരുപക്ഷെ ഷാഫി പറമ്പിൽ ജയിക്കാൻ സാധ്യതയുണ്ട്. രാഹുലിന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന പെണ്ണുപിടിയനായ രാഹുലിനെ ഇങ്ങനെ താങ്ങുന്ന ഷാഫി പറമ്പിലിനെ ജനങ്ങൾ താങ്ങുമോ എന്നുള്ള കാര്യം സംശയമാണ്. എങ്കിലും ഷാഫി പറമ്പിലിന്റെ കാര്യത്തിൽ ജനങ്ങൾ ഒരു തീരുമാനമെടുക്കട്ടെ. എന്നാൽ കൂടി രാഹുൽ രാജിവെച്ചാൽ അത് ഷാഫി എവിടെ നിൽക്കും? ഷാഫി ജയിച്ചാൽ ഷാഫിക്ക് മന്ത്രിസ്ഥാനം വരെ ലഭിക്കാവുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പൊ ഷാഫി രാഹുലിനെ പരിചയമാക്കിക്കൊണ്ട് തൻ്റെ ഭാഗം സേഫ് ആക്കുക, ഒപ്പം താൻ വളർത്തിക്കൊണ്ടുവന്ന ശിക്ഷനെയും ഒരു പരിക്ക് പറ്റാതെ ഇങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഷാഫിയുടെ ചിന്ത. പക്ഷേ പല മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുണ്ടായ തിക്താനുഭവങ്ങൾ KC വേണുഗോപാലിനോടും ഹൈക്കമാൻഡിനോടും ഒക്കെ പറഞ്ഞ സാഹചര്യത്തിൽ ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കില്ല എന്ന നിലപാടാണ് സതീശൻ സ്വീകരിക്കുന്നത്. അങ്ങനെ സതീശൻ സ്വീകരിച്ചാൽ സതീശന്റെ കഥകൾ രാഹുൽ പുറത്തുവിടുമോ? അറിയില്ല.